നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യോഗിനി ഏകാദശി തിഥി. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹത്തിനായി ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. സാധാരണ ശനിയാഴ്ചയോടുകൂടി വരുന്ന ഏകാദശി ദിവസത്തെ സർവ്വ ഏകാദശി എന്നാണ് പറയുന്നത്. അതിലും മിഥുന മാസത്തിൽ വരുന്ന ഈ ഏകാദശി തിഥിയെ യോഗിനി ഏകാദശി എന്നും പറയുന്നുണ്ട്. ഇന്ന് അതായത് 21/6/2025 രാവിലെ 7:19 ഏകാദശി തിഥി തുടങ്ങുകയും 22/6/2025 അതായത് നാളെ പുലർച്ചെ 4:28 വരെയും ഈ ഏകാദശി തിഥി നമുക്കുണ്ട്. മാത്രമല്ല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്കാകട്ടെ പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത് 22/6/2025 ഞായറാഴ്ച 1:42 മുതൽക്ക് 4:13 വരെയുള്ള സമയമാണ്. ഇവിടെ ഹരിവാസരം സമയമായിട്ട് വരുന്നത് 21-ാം തീയതി ശനിയാഴ്ചയായ ഇന്ന് രാത്രി 11:10 മുതൽക്ക് 22-ാം തീയതി ഞായറാഴ്ചയായ രാവിലെ 9:43 വരെയുള്ള സമയത്ത് നമുക്ക് ഹരിവാസര സമയം വരുന്നുണ്ട്. ഒരുപാട് പേർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ടാകും. മറ്റു ചിലർക്കാകട്ടെ പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും ഒരുപാട് പേരുണ്ടാകും. ചിലർക്ക് പീരിയഡ്സ് ആയിരിക്കും, ചിലർക്ക് പുലവാലായ്മ ഉണ്ടാകും, ചിലർക്ക് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്ന് പറയും. ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഏകാദശി തിഥി എടുക്കുവാൻ സാധിച്ചില്ല എങ്കിലും സാരമില്ല. സമയം കിട്ടുമ്പോഴെല്ലാം ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുതരുന്ന ഒന്നാണ്. ഏതു മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ടാകും. നമുക്കെല്ലാവർക്കും തന്നെ സുപരിചിതമായ ഒരു മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്നുള്ള മന്ത്രം. ഈ മന്ത്രം നിങ്ങളെ കൊണ്ട് എത്ര തവണ ചൊല്ലുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ നമുക്ക് ഈ ഒരു ദിവസത്തിൽ ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ്. സാധാരണ എല്ലാ ദിവസങ്ങളിലും ഈ മന്ത്രം നമ്മൾ ചൊല്ലുന്നവരാണെങ്കിലും കൂടി ഏകാദശി ദിവസങ്ങളിൽ നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ അതീതമായ ഫലമാണ് നമ്മളെ തേടി വരുന്നത്. ഏതൊരു കാര്യം മനസ്സിൽ ആഗ്രഹിക്കാതെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും കൂടി നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടുകയും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമ്മളെ തേടി വരികയും നമ്മുടെ ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു തരുവാനുള്ള ഒരു അത്ഭുത മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ആ മന്ത്രം. ഇനി നമുക്ക് ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം ചൊല്ലാം, ഓം നമോ ഗോവിന്ദായ നമ എന്നുള്ള മന്ത്രം ചൊല്ലാം. ഇങ്ങനെ ഭഗവാന്റെ തിരുനാമങ്ങളിൽ ഏതൊരു നാമജപങ്ങൾ വേണമെങ്കിലും നമുക്ക് ഉച്ചരിച്ചു കൊണ്ടിരിക്കാവുന്നതാണ്. മാത്രമല്ല ഇന്ന് വൈകുന്നേരം ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. ഒരു പക്ഷേ ഇന്ന് രാവിലെ പോകുവാൻ സാധിക്കാത്തവർക്ക് നാളെ പുലർച്ചെ വരെയും ഏകാദശി തിഥി ഉള്ളതിനാൽ തന്നെ നാളെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മുടെ വീടുകളിലെ പൂജാമുറിയിൽ ഭഗവാനെ തുളസിമാല ചാർത്തി നെയ്ദീപം തെളിയിച്ചു വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഏകാദശി തിഥികളിലൂടെ ചെയ്യാൻ സാധിക്കും. കാരണം ഇന്ന് രാത്രി മുഴുവനായിട്ടും ഏകാദശി തിഥി ഉണ്ട്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ നേരം വെളുക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ എപ്പോൾ നമുക്ക് സമയം കിട്ടുമോ ആ സമയത്തെല്ലാം തന്നെ നമ്മൾ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഒരു ധ്യാന രീതിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഭഗവാന്റെ തിരുനാമങ്ങളോ മന്ത്രങ്ങളോ ജപിക്കാവുന്നതാണ്. ഇനി ഒരു പക്ഷേ ഞങ്ങൾക്ക് പീരിയഡ്സ് ആണ് മാഡം, ഈ മന്ത്രങ്ങളൊന്നും ചൊല്ലാൻ സാധിക്കില്ല എന്ന് പറയുന്നവരാണെങ്കിലും അവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടുവാനായിട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇന്നു രാത്രി 12 മണിക്ക് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു എളിയ താന്ത്രിക മുറയെക്കുറിച്ചും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്. ഇത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്കും ചെയ്യാവുന്നതാണ്. വ്രതം അനുഷ്ഠിച്ചിട്ടില്ല, മന്ത്രങ്ങൾ ചൊല്ലാൻ സാധിക്കുന്നില്ല, ഞങ്ങളെക്കൊണ്ട് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ സാധിക്കുന്ന ഒരു താന്ത്രിക രീതിയാണ്. ഇതിനായിട്ട് നമുക്ക് ഒരു A4 ഷീറ്റിൻ്റെ പകുതി പേപ്പറാണ് ആവശ്യം. അതായത് ഒരു പേപ്പറിൻ്റെ പകുതി ഭാഗമാണ് നമുക്ക് ആവശ്യം. ഇതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് കരുതി വെക്കുക. നിങ്ങൾ ഒരുപാട് നാളായി നടക്കാത്ത ഒരു കാര്യമുണ്ട്, അത് നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമാണ്. എത്ര തന്നെ ശ്രമങ്ങൾക്കൊടുവിലാണെങ്കിലും അത് പരാജയത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ കാര്യം നിറവേറി കിട്ടില്ല എന്ന് എൻ്റെ മനസ്സ് എടുത്തെടുത്ത് പറയുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ, അതല്ല പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, അതും പ്രത്യേകിച്ചും സാമ്പത്തികപരമായ ആവശ്യമുണ്ട്, പണ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നാളെ മറ്റുള്ളവർക്ക് പണം കടമായി കൊടുക്കുവാനുണ്ട്, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ
ദിവസത്തിനുള്ളിൽ എനിക്ക് ഈ ഒരു ലോണോ അല്ലെങ്കിൽ ചിട്ടിയോ അടച്ചു തീർക്കുവാനുണ്ട്, അല്ലെങ്കിൽ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാനുള്ള പണം എനിക്ക് വേണം, അല്ലെങ്കിൽ ആ പണം ഏലത്തിൽ പോകും എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കും ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരൊറ്റ കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം ഈ പേപ്പറിൽ എഴുതി വെച്ചാൽ മാത്രം മതിയാകുന്നതാണ്. ആദ്യം നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കൈയും മുഖവും കഴുകി ശുദ്ധമാക്കി വരിക. നോൺ വെജ് കഴിക്കാതെയും പുലവാലായ്മ ഇല്ലാതെയും ഉള്ളവരാണെങ്കിൽ പൂജാമുറിയിൽ കയറിയിരുന്ന് ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ഇനി അഥവാ ഞങ്ങൾക്ക് പൂജാമുറിയിൽ കയറാൻ സാധിക്കാത്തവർക്കുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന മുറിയിൽ തന്നെ ഇരുന്നു കൊണ്ടും നമുക്ക് ഈ മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ A4 ഷീറ്റിൻ്റെ പകുതി ഭാഗവും ഒരു പച്ച നിറത്തിലുള്ള സ്കെച്ചുമാണ് നമുക്ക് ആവശ്യം. ഇതിന് തീർച്ചയായും നിങ്ങൾ പച്ച നിറത്തിലുള്ള ഒരു സ്കെച്ച് പേന തന്നെ എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി പച്ച കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും അത് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കുക. എങ്കിലും ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന തന്നെയാണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ്. ഇങ്ങനെ ഇതെടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചതിനു ശേഷം ഒരു 5 മിനിറ്റോളം നമ്മൾ കണ്ണുകൾ അടച്ച് നമ്മുടെ ശ്വാസം പതുക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുകയും അതേപോലെ തന്നെ വളരെ പതുക്കെ ശ്വാസം നമ്മൾ അകത്തേക്ക് എടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ആഗ്രഹം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, അതായത് മഹാവിഷ്ണു നിറവേറ്റി തരുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നിങ്ങൾ ആ പേപ്പറിൽ എഴുതുക. നിങ്ങൾ ഏത് ആഗ്രഹമാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ ആഗ്രഹം ഭഗവാൻ നിറവേറ്റി തരും എന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഇതിൽ എഴുതേണ്ട കാര്യമാണ് ഏകം ധനം സർവം സിദ്ധിക്കും. ഏകം ധനം സർവം സിദ്ധിക്കും. ഇത് നമ്മൾ ആ പേപ്പറിൽ എഴുതേണ്ടതാണ്. ഇതുപോലെ തന്നെ എഴുതുക. നോക്കി വളരെ ശ്രദ്ധിച്ച് എഴുതുക. ഇത് എഴുതുമ്പോഴും നമ്മൾക്ക് ആവശ്യമായ തുക നമുക്ക് എത്തിച്ചേർന്നു എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി മാത്രമായിരിക്കണം നമ്മൾ ഇത് എഴുതേണ്ടത്. ഇങ്ങനെ എഴുതി ആ പേപ്പറിനെ നമ്മൾ 4 മടക്കുക. 4 മടക്കി നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഏത് ചൊല്ലാൻ സാധിക്കുമോ, അല്ല ഭഗവാന്റെ മന്ത്രം ചൊല്ലാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ ഏകം ധനം സർവം സിദ്ധിക്കും എന്നുള്ള ഈ മന്ത്രം 108 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. ഇനി അഥവാ ഭഗവാന്റെ മന്ത്രം ചൊല്ലാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഓം ക്ലീം കൃഷ്ണായ നമ, ഓം ക്ലീം കൃഷ്ണായ നമ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടതാണ്. അതിനുശേഷം വളരെ ശാന്തമായ മനസ്സോടുകൂടി ഈ പേപ്പർ എടുത്ത് നമ്മുടെ തലയണയ്ക്ക് അടിയിൽ വെക്കാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരു പക്ഷേ നാളെ രാവിലെ നിറവേറി കിട്ടിയാൽ ശരി, അല്ല ഇനി 2 ദിവസം കഴിഞ്ഞാണ് നിറവേറി കിട്ടുന്നത് എന്നിരിക്കെ നിങ്ങൾക്ക് എത്ര ദിവസം ഈ ഒരു പേപ്പർ കയ്യിലെടുത്ത് രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഈ ഒരു മന്ത്രം 108 പ്രാവശ്യം ചൊല്ലുവാൻ സാധിക്കുമോ അത്രയും ദിവസങ്ങൾ ഇത് ചൊല്ലാവുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയതിനു ശേഷം ഈ പേപ്പർ നമുക്ക് കത്തിച്ചു കളയാം, അല്ലെങ്കിൽ കീറി ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ്. നമ്മുടെ ഏതൊരു ആഗ്രഹങ്ങളെയും നിറവേറ്റി തരുവാനുള്ള അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഏകം ധനം സർവം സിദ്ധിക്കും എന്നുള്ള ഈ ഒരു അത്ഭുത മന്ത്രം. ആർക്കു വേണമെങ്കിലും എഴുതി നോക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം വിശ്വാസത്തോടു കൂടി മാത്രം എഴുതുവാനായിട്ട് ശ്രമിക്കുക. ഉറങ്ങുന്നതിന് മുന്നേ തലയണയ്ക്കടിയിൽ വെക്കാനായിട്ട് പറയുന്നുണ്ട്. വീണ്ടും ഇത് നാളെ രാവിലെ എടുത്തു നോക്കേണ്ട ആവശ്യമില്ല. നാളെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഇതെടുത്ത് വീണ്ടും 108 പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം അവിടെ തന്നെ അത് വെക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എത്ര ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടുന്നുവോ അത്രയും ദിവസം നമുക്ക് ഇതുപോലെ തുടരാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടും. ഇനി അഥവാ ഏറ്റവും വലിയ കാര്യമാണ് എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 7 ദിവസത്തിനുള്ളിലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടും. ഇനി നിങ്ങളിങ്ങനെ എഴുതിയതോ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കുന്നുണ്ട് എന്നോ ആരോടും ഒരിക്കലും നിങ്ങൾ പങ്കുവെക്കാതിരിക്കുന്നതും നമ്മളിലേക്ക് ഫലം പെട്ടെന്ന് എത്തിച്ചേരുവാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള താന്ത്രികങ്ങൾ, മന്ത്രജപങ്ങൾ, വഴിപാടുകൾ, അതുപോലെ തന്നെ പൂജാ രീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമ.